ഇന്നാണ് വന്നിട്ടുള്ളത് ഒരു ഡേ മൈ ലൈഫ് ആയിട്ടാണ്. അതിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ടിപ്പും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖം ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇവിടെ ഉണ്ടോ, പിന്നെ ഇവിടെ ഇവിടെ വല്ലാണ്ടില്ല. അതെ, ഈ ഒരു സൈഡിൽ അതെന്താന്ന് വെച്ചാൽ എൻ്റെ തലയിൽ ഡാൻഡ്രഫ് വന്നിട്ടുണ്ട് ഇപ്പോൾ. കാരണം അതിനുള്ളതും ഞാൻ ചെയ്തിട്ട് അത് ഞാൻ വേറെ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ തലയിലിപ്പോൾ നല്ല ഡാൻഡ്രഫ് വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു സീനേ എനിക്ക് ഉണ്ടായിട്ടില്ല, താരൻ വന്നിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ തലയിൽ നല്ല ഡാൻഡ്രഫായി. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം മുഖത്ത് കുഞ്ഞു കുഞ്ഞു കറുത്ത് കണ്ട ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇതെന്ത് ചെയ്തപ്പോഴാണ് കുറഞ്ഞതെന്നും വെറുതെ സ്കിന്നിൻ്റെ ഡോക്ടർക്ക് പോയിട്ട് ഇത്രയും അധികം പൈസ കൊടുത്തിട്ട് വെറുതെ കഷ്ടപ്പെടണ്ട. അപ്പോൾ ഇതെങ്ങനെ പോയി ഇത്ര കുറഞ്ഞതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. എന്താണെന്ന് എല്ലാം മറന്നോട് തന്നെയാണ് ദാസ ഞാൻ ഈ പോകുന്നത്. അപ്പോൾ നമുക്കതും എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത് കുറച്ച് മെനക്കേടാണ്, എന്നാലും നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊന്നല്ല, എനിക്ക് ആദ്യത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാൻ ഫസ്റ്റത്തെ ഫോട്ടോ ഞാൻ എടുക്കാൻ മറന്നതല്ല. ഞാൻ ഇത്രയും കുറയും ഞാൻ വിചാരിച്ചില്ല, ഇത്ര മാറ്റം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, എന്നിട്ടിപ്പോൾ ഇതിപ്പോൾ ഇത്രയായി. ഇത് നെറ്റത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, താരം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അത്ര. പക്ഷെ ഞാൻ പോയിട്ടോ ഡോക്ടറെ അടുത്തേക്ക്. ഡോക്ടർ പറഞ്ഞത് ഡാൻഡ്രഫ് ഉള്ള കാരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഡോക്ടർ മരുന്നൊക്കെ എഴുതി തന്ന്. പക്ഷെ ഞാനൊന്നും മേടിച്ചില്ല. ഞാൻ അങ്ങോട്ടൊക്കെ പോന്നിട്ട് ഞാനിത് ചെയ്ത് നോക്കിയിട്ട് കുറവില്ലെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചു. ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ബെറ്ററായി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ മാംഗോസ്റ്റ് ഇല്ലേ, മാംഗോസ്റ്റ് മുളച്ചു ഗൈസ്. അതിൻ്റെ കുരു ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 4 മാംഗോസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. 4 ഒരെണ്ണം ആദ്യം പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഞാനൊരെണ്ണം ഉമ്മ, അങ്ങനെ 4 ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് എന്തോ ബട്ടർ തന്നെയാണോ എന്തോ ഒരു സാധനം കൊടുത്തിട്ട് മേടിച്ചിട്ട്, കാരണം അതൊന്നും പഴുത്തില്ല, അത് അങ്ങനെ ഇരുന്നു. അപ്പോൾ പിറ്റത്തെ ആഴ്ച പിറ്റത്തെ ആഴ്ച അവർ വന്നപ്പോൾ ഞാൻ അതുപോലെ അവർക്ക് കൊടുത്ത്. അപ്പോൾ അതിൻ്റെ പകരം ഞാൻ മേടിച്ചാണ് മാംഗോസ്റ്റ്. അപ്പം ഞാൻ അതിൻ്റെ 2 കുരു അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി 2 ഞാൻ കുഴിച്ചിട്ടിട്ട് ഇനി മുളക്കോ ഇല്ലേന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ സാധനം മുളച്ചു ഗൈസ്. അതിശയം നല്ല അതിശയം ഗൈസ്. 2 മുളച്ചു. എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ആ വീട്ടിലെ സമയത്ത് കേട്ടോ, അന്ന് എന്താ പറയുക, അന്ന് മൊത്തത്തിൽ എന്താ പറയാ, അങ്ങനെ ബ്ലൂ ആയിട്ട് നിൽക്കുന്ന സമയത്തായിട്ട് എന്നോട് ആ ഡയലോഗ് പറഞ്ഞത്. ഞാൻ എന്തോ അന്ന് കുഴിച്ചിട്ടപ്പോൾ അതൊക്കെ മുളച്ചിട്ടോ. അതുപോലെ ഞങ്ങൾ പുതിന മലിച്ചപ്പോൾ ഞാൻ കുഴിച്ചിടലുണ്ടാക്കലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ കുറേ ഉണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മുടെ നല്ല ടൈമിലാണ് നമ്മൾ എന്ത് കുഴിച്ചിട്ടാലും വലുതാവുക. നമ്മളത്രയും നല്ല സമയം എന്നൊക്കെ പറയുമല്ലോ, നല്ല സ്റ്റാർട്ടിങ് ടൈമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവണത്. എന്തൊട്ട് നമ്മൾ എന്ത് കുഴിച്ചിട്ടാലും വേഗം ഉണ്ടാവണതും മുളക്കണതും. അന്നെന്തൊട്ടോ എന്തോ ഒരു സാധനം ഞാൻ കുഴിച്ചിട്ടുണ്ട്. പുതിയ വലിച്ചപ്പോൾ അന്ന് കുറേ ഉണ്ടായി നിൽക്കണ്ടായിരുന്നു. അത് പോരാനിക്ക് വേറെ എന്തോ ഒരു സാധനം ഞാൻ കുഴിച്ചിട്ട്, അതെന്താണെന്ന് ഓർമ്മ കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞാട്ടോ ഉമ്മ, നിനക്ക് നല്ല കാലം വരുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക, നല്ല സമയം ആയതുകൊണ്ടാണെന്നൊക്കെ. പക്ഷെ അന്നൊക്കെ നല്ല കറക്റ്റ് പറയാൻ പറ്റും, കറക്റ്റ് ടൈമൊക്കെ. അപ്പോൾ അതേ മാംഗോസ്റ്റും മുളച്ചിട്ടുണ്ട്. 2 മാംഗോസ്റ്റും മുളച്ചിട്ടുണ്ട്. അത് ഉണ്ടാവോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നല്ല സമയം ആയോ ഇല്ലെന്ന് നമുക്കൊന്നും അറിയില്ല. നോക്കാം. അപ്പോൾ അന്ന് എനിക്ക് നല്ല ടൈം ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കന്ന് ഭയങ്കര ആയ സമയത്താണ് അതാ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ മാംഗോസ്റ്റ് മുളച്ചത്. കണ്ടോ, 2 മാംഗോസ്റ്റ്. പക്ഷെ ഇത് ഇവിടുന്ന് മാറ്റി കുഴിച്ചിടണം. ഇതെന്തോ ആടോ വെയിലടിക്കണ കാരണമാണോ എന്താണെന്നറിയില്ല. നമുക്ക് മാറ്റിയിട്ട് കവറിൽ കുഴിച്ചിട്ട് ഒരു സെറ്റാക്കി നോക്കാം. അതിന് മുന്നേ നമുക്ക് ആ ടിപ്പ് കഴിഞ്ഞിട്ട് ചെയ്യും. പിന്നെ കണ്ട ഗസ് എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ. നല്ല ഭംഗിയല്ലേ, രസല്ലേ. ക്യാമറമാൻ എനിക്ക് ഇപ്പം അത്യാവശ്യമായിട്ട് ആവശ്യമാണ്. പക്ഷേ ഈ ബക്കറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ദൃശ്യത്തിത്തെ മറ്റേ പെണ്ണിനെ പോലെ ഒരു ബക്കറ്റായിട്ട് അങ്ങോട്ട് പോവുക, 20 ബക്കറ്റായിട്ട് ഇങ്ങോട്ട് പോവുക. ബക്കറ്റായിട്ട് നടക്കുകയാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വീഡിയോഗ്രാഫറായിട്ട് പോയിട്ട് എന്തെടുക്കാൻ നമ്മുടെ സീക്രട്ട് അല്ല, സോറി, മറ്റേ ടിപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ വൈറ്റ് ടീഷർട്ടിന്റെ സീക്രട്ട് പറയാൻ കാരണം എന്താണെന്നൊക്കെ മനസ്സിലായില്ലേ? ഞാൻ അമ്മിമ്പലാണ്. അതെന്താ അരക്കാൻ പോകുന്നത്?
മഞ്ഞൾ അപ്പം നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമ്മി കഴുകുക. എനിക്ക് അമ്മി മരക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങളുടെ അമ്മില്ല. അപ്പം ഞാൻ ഇവിടെ വരും, നമ്മളെ തൊട്ടടുത്താണ് നമ്മൾ മല്ലിയുടെ വീട്. മല്ലിച്ചൂടെ വന്നിട്ട് എന്താക്കും, അരക്കും. പ്രത്യേകിച്ച് വേണമെന്നില്ല, ഇതെടുക്കുക. ഇതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇങ്ങനെ വെള്ളത്തിട്ട് കഴുകുക. എന്നിട്ട് ഇതിനിടാം. അങ്ങനെ അതെ പൊന്നു മക്കളെ, നമ്മുടെ മഞ്ഞളും കരിവേപ്പും കൂടി അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിലൊരിട്ടൊരു പൗഡറാണ് ഇടുന്നത്. ഈ പൗഡർ വേണ്ടവർ എനിക്ക് DM ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കിട്ടാൻ ചാൻസ് ഇല്ല, വേണ്ടവർ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് കൊറിയർ അയച്ചു തരാം. കാരണം അടിപൊളിയായിട്ടാണ്. എന്താ പറയുക, നമ്മളെ മുഖത്ത് ഈ കുഞ്ഞു കുഞ്ഞ് എന്നിട്ട് പറയുക ബ്ലാക്ക് ഹെഡ്സ്, അതുപോലെ തന്നെ കരിവാളിപ്പൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് മുഖത്ത് നമുക്ക് അതിൻ്റെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. എനിക്കിതിന് മുൻപ് കുറച്ച് അത്യാവശ്യ രീതിയിൽ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്താ പറയുക, ഡാൻഡ്രഫ് വന്നതിൻ്റെ ശേഷം എൻ്റെ നെറ്റത്തൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയത് എനിക്ക് ഇത് തേച്ചതിന് ശേഷമാണ് കേട്ടോ. ഞാൻ പറയുമ്പോൾ ഞാൻ സ്കിൻ ഡോക്ടറെ പോയി കണ്ടു. സ്കിൻ ഡോക്ടർ പറഞ്ഞത് എന്നോട് മെഡിസിൻസ് എനിക്ക് എഴുതി തന്നു. ഞാനത് മേടിക്കാണ്ട് ഞാൻ പോകുന്ന ഒരാളാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പക്കായിട്ടിത് എന്താ പറയുക എനിക്കതെന്തായാലും അത് സെറ്റായി. എൻ്റെ മുഖത്ത് അതൊക്കെ പോയി ഒന്ന് എന്താ പറയുക, അങ്ങനെ സെറ്റായി അങ്ങനെ പറയാം. എന്താ പറയുക എന്നിട്ട് നിങ്ങൾക്ക് തന്നെ പ്രാന്ത് പിടിക്കണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കിത് മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നന്നായി വാഷ് ചെയ്ത് നമുക്ക് അപ്പം തന്നെ സോപ്പിട്ട് വാഷ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ വാട്ടറിൽ വെറുതെ ഒന്ന് വാഷ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് കഴുകിയതിന് ശേഷം പിന്നെ ചെറുപയറിൻ്റെ പൊടിയോ അല്ലെങ്കിൽ നമ്മൾ സോപ്പ് യൂസ് ചെയ്യാണ്ട് ഫേസ് വാഷോ എങ്ങാനും യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകാൻ നോക്കാം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് സോപ്പ് കൊണ്ട് യൂസ് ചെയ്തിട്ട് ഒരു കാര്യമല്ല. നമ്മളെ ഫേസ് മൊത്തത്തിൽ സോപ്പേ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിത് ഫുള്ള് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം വീണ്ടും ഇതെന്താ പറയുക, ഇങ്ങനെ നല്ല കട്ടിക്ക് ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു കാര്യം മറന്നുപോയി ഗൈസ്, മൂക്കുത്തി ഉരക്കാണ്ടാണ് ഞാൻ ഇത് തേച്ചത്. അത് ഊരിയാക്കണമായിരുന്നു. പിന്നെ ഞാൻ ഫോർത്ത് ഞാൻ കുത്തിയിട്ടൊക്കെ. അതിൻ്റെ 4ാമത്തത് ഞാൻ കുത്തി. ഞാൻ അവിടെ കുത്താനല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തൊട്ടടിയിലേക്കായിരുന്നു. പക്ഷേ അവിടുത്തെ ആൾ പറഞ്ഞു അത് ഭയങ്കര ഡേഞ്ചറാണ്, ഇവിടെ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്കിത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണ ടൈം വരെ നമുക്ക് ഇനി ഇതെന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാവൽപ്പഴമുണ്ട്, മുന്തിരിയാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, മുന്തിരല്ല ഗൈസ്, ഞാവൽപ്പഴമാണ്. ഇത് നമ്മളവിടെ ഉണ്ടായതൊന്നല്ല, വണ്ടിക്കാരയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഞാവൽപ്പഴം. അപ്പോൾ നമുക്കിത് ഉണങ്ങുന്ന ടൈം വരെ വെറുതെ ഇരിക്കേണ്ടല്ലോ, അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെന്തായാലും ഞാവൽപ്പഴം ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഉപ്പൊന്നും ഇടാണ്ട് നമുക്ക് കഴിക്കാം. നല്ലതാണ് കേട്ടോ, ഹെൽത്തിനും നല്ലതാണ് ഈ ഞാവൽപ്പഴം കഴിക്കുന്നതൊക്കെ. ഷുഗറുള്ളവർക്കൊക്കെ മസ്റ്റായിട്ടും കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ ഉമ്മാക്ക് കഴിക്കാനും കൂടി വേണ്ടി മേടിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുകൂടി കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യാം. ഇനി കുട്ടികളെല്ലാവരും ഞാൻ പൂട്ടിയിട്ടിട്ട് റൂമിലാണ്ട് ഇരിക്കണത്. കാരണം അവരൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ എൻ്റെ മുഖമായാലും ഞാൽപ്പഴമായാലും ഒക്കെ റെഡിയാക്കി തരും. കാരണം ഒരാളല്ല 4 പേരും കൂടിയിട്ട് ഇവിടെ നല്ല അങ്കയാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ കുളിയും നനൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാബിയും ജാഷിക്കോട് ജിമ്മിന് പോയിട്ടോ. അപ്പോൾ അമ്മി ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ഷോളും കൂടി ഇടാണ്ടാണ് ഞാൻ ബാക്കിലോട്ട് നടന്നത് കേട്ടോ, അമ്മിമോനെ എടുത്തിട്ട്. അപ്പോൾ ബാക്കിൽ എൽനെയും അമ്മി ചെരുപ്പിട്ടുണ്ടായിരുന്നില്ല. ആദം ഫോണായിട്ട് അവിടെ ഇരിക്കുകയാണ്. എല്ലാം ബേബിയും അതുപോലെ അമ്മിമോനും ചെരുപ്പിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അമ്മീനെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോളും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓസിനോട് പറഞ്ഞു, ഓസിൽമാനെ മാമിൻ്റെ ഷോളും അതുപോലെ ഇവർ ചെരുപ്പൊന്നും എടുത്തിട്ട് വരുമോയെന്ന് ചോദിച്ചു. ചെരുപ്പ് ഞാൻ പണ്ടിരുന്നില്ല, ഷോളും മാത്രം പണ്ടിട്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓസിൽ അവിടെ വീട്ടിൽ പോയിട്ട് ഷോളും അതുപോലെ തന്നെ ഇവർ രണ്ടുപേരെ ചെരുപ്പും വായയിൽ ലേസും പിടിച്ചിട്ട് ആ കുട്ടി വരവാണ് നിങ്ങൾ കണ്ടത്. പിന്നെ അമ്മിമോൻ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ നടന്നു തുടങ്ങിയപ്പോൾ അവന് ഓക്കെ ആയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള ഇവിടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഞാൻ ഇവിടെ നിന്നാണ് ഫോട്ടോസും വീഡിയോസൊക്കെ മിക്ക എടുക്കാറുള്ളത്. ഇപ്പോൾ സാരിമേലാണ് ഞാൻ കയറിയിട്ടുള്ളത്. അപ്പോൾ സാരി എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഫുൾ ഫോട്ടോ എടുക്കലൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാനായിരിക്കും. ബൈ.